ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇരിക്കുന്നത് കളസലിംഗം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു കോളേജിലാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയാണ്, അത് കഴിഞ്ഞ് കോളേജാണ്, എന്ത് സംശയമുണ്ട്? ഇല്ല, യൂണിവേഴ്സിറ്റിയാണ്, ഡീം ടു ബി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ സൂപ്പറായിട്ട് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്, നൈസാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ, ഞാൻ തമിഴ്നാട്ടിൽ ഏത് കോളേജിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇതുപോലൊരു അമ്പലം കാണും. പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ, ഇപ്പോൾ പരിപാടി ആയതുകൊണ്ടാണ് ഇവിടെ കടകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ എൻട്രൻസ്. ഇവിടെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈസാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ പിറകായിട്ട് ഒരു മലയൊക്കെ ഉണ്ട്, കാണാൻ അടിപൊളി വ്യൂ ആണ്. ഇതാണ് കോളേജിൻ്റെ അകത്തോട്ട് പോകാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, സൈഡിൽ രണ്ട് മരങ്ങളൊക്കെ ഉള്ള ഒരു കാണാൻ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ പിറകെ ഇതിൻ്റെ 4 വശത്തെ മലയാണെന്ന് തോന്നുന്നു, അതേ എല്ലാം ഒരു മലയാണ്, അതൊന്നും അറിയാൻ വയ്യ. ഇത് ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൻ്റെ പിറകെ നിങ്ങൾക്ക് ആ മല കാണാം. പിന്നെ രണ്ട് കണ്ട ഫുള്ള് മല കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എല്ലാം ഒരുപോലെ ഉണ്ടായിരിക്കണം. പക്ഷേ അറിയാനായിട്ട് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ശ്രീനിവാസ രാമാനുജൻ ബ്ലോക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കോളേജ് പോലെ അല്ല, ഇവിടെ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളും മരങ്ങളും, ആവശ്യത്തിലധികം മരങ്ങളും കാര്യങ്ങളും കൊണ്ട് കാണാനൊക്കെ അടിപൊളിയാണ്. ഞാൻ പഠിക്കുന്ന GVM കോളേജ് പോലെ അല്ല കേട്ടോ, അവിടെ അത് മരുഭൂമിയാണ്. ഇത് തണലൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിവിടുത്തെ സ്കൂളാണ് കേട്ടോ. ഇവിടെ നിന്ന് നൈസ് എല്ലായിടത്തും, ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് നൈസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നൈസ് സീനറിയാണ്. ഇവിടെ ചില സ്ഥലത്ത് നമുക്ക് കിളികളെ കരച്ചിലൊക്കെ കേൾക്കാം, നല്ല രസമാണ്. ഇതിവിടുത്തെ ഒരു ഹോസ്റ്റലാണ്. ഇവിടെ മൊത്തത്തിൽ ഞാൻ 3 മെൻസ് ഹോസ്റ്റൽ കണ്ടായിരുന്നു. ഇത്രയും വലിയ കോളേജൊക്കെ ആണെങ്കിൽ ഒരു 2 മൈക്ക് എടുക്കാൻ വരയില്ല. നമ്മളെ പരിപാടിക്ക് 2 മൈക്ക് വേണമായിരുന്നു. ചോദിച്ചപ്പോൾ ഒന്നാണ് തന്നത്. ആ തന്ന ഒന്നാണെങ്കിൽ നല്ലോണം വർക്കായിട്ടില്ല. അതുപോലെ ഇവിടെ ഒരുപാട് ഇഷ്ടക്കണക്കിന് ക്യാൻറ്റീനുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏത് സാധനമായാലും പാക്കറ്റുള്ള സാധനങ്ങൾ ഏതായാലും, ഐസ്ക്രീം ആയാലും, ഇപ്പോൾ ഏതെങ്കിലും പെപ്സി പോലുള്ള സാധനങ്ങളായാലും 1 രൂപ എക്സ്ട്രാ ആണ്. 15 രൂപയുടെ സാധനത്തിന് 16 രൂപ, 10 രൂപയുടെ സാധനത്തിന് 11 രൂപ. അത് ഇവിടെ എല്ലാ ക്യാൻറ്റീനിലും അങ്ങനെയാണ്. പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഷവർമ, ഐസ്ക്രീം, ബിരിയാണി, ചിക്കൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് പോകുന്ന റോഡ്. അപ്പോൾ നമ്മൾ സൈഡിൽ നോക്കാൻ നേരത്ത് കുറേ പശുക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ പോയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷനാണ് പോയത്. അപ്പോൾ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക്, അതായത് 2 വ്യത്യസ്തമായിട്ടുള്ള ലിറ്ററേച്ചറിൽ 2 കഥാപാത്രങ്ങൾ കണ്ടുമുട്ടപ്പോൾ അവരുടെ സംഭാഷണമാണ് ഈ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഈ നമ്മുടെ മതിലുകളിലെ ബഷീറും ചെമ്മീയിലെ കറുത്തമ്മയും തമ്മിൽ കണ്ടുമുട്ടി എന്തായിരിക്കും സംസാരിക്കുന്നത്, അങ്ങനെ അതുപോലുള്ള കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതിനാണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. സ്റ്റുവർട്ട് ലിറ്റിലും വോൾഡിമോർട്ടും കണ്ടുമുട്ടി എങ്ങനെ ഇരിക്കും, അതാണ് നമ്മൾ ചെയ്തത്. അവിടെ ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്. ഞാൻ മലയാളികളെ കണ്ടായിരുന്നു. അപ്പുറം കന്നഡ, ഈ തെലുങ്ക്, അങ്ങനെ ഹിന്ദിക്കാർ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ എനിക്ക് സമ്മാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമ്മാനം കൊടുത്ത സമയത്ത് ഞാൻ കറങ്ങാൻ പോയി, ചുമ്മാ കോളേജ് കാണാൻ പോയപ്പോൾ ഒരുപാട് ലാംഗ്വേജ്, വേറെ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടായിരുന്നു. തമിഴല്ല, എല്ലാവർക്കും തമിഴ്, അവിടെ ഉള്ള എല്ലാവർക്കും തമിഴ് എന്ന് പറഞ്ഞുകൂടെ. ഹിന്ദിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ കോളേജ് അടിപൊളിയാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂള്, ബാസ്കറ്റ് ബോള്, അങ്ങനെ ഗ്രൗണ്ട്, എല്ലാ വകുപ്പുകളും അതിൻ്റെ അതുകൊണ്ട്. എന്നാൽ ഭയങ്കര വെയിലായിരുന്നു അവിടെ, അതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളെ കോളേജിന് ക്യാഷ് പ്രൈസ്, എല്ലാത്തിനും ക്യാഷ് പ്രൈസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് 7000 രൂപയായിരുന്നു, ഇപ്പോൾ 2500 കിട്ടിയുള്ളൂ. അത്യാവശ്യം ഇതിലെല്ലാം ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടിയത്. കുഴപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, എന്ത് സാധനം ആയാലും ഇപ്പോൾ പാക്കറ്റിൽ MRP ഉണ്ടെങ്കിൽ MRP പ്ലസ് 1 രൂപയാണ്. അതായത് 15 രൂപ ഒരു ആപ്പി ഫീസിന് 16 രൂപ വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ റേറ്റ് ഇതാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറേ ക്യാൻറ്റീനല്ല, കൊച്ചു തട്ടുകട പോലത്തെ സാധനങ്ങൾ ഓരോ കോളേജിന് മുമ്പ് സൈഡിൽ അങ്ങനെ കാണും. കുറേ തട്ടുകടകൾ, കുറേ ക്യാൻറ്റീൻ കാണും. ഞാൻ വിചാരിച്ച് ഈ സ്ഥലത്ത്, ഞാൻ ചോദിച്ച സ്ഥലത്ത് മാത്രമേ ഉള്ളതാണ്. അങ്ങനെ ഞാൻ വേറെ ഐസ്ക്രീം പോയി ചോദിച്ചു. വേറെ ക്യാൻറ്റീനില്ല, ഐസ്ക്രീം പോയി ചോദിച്ചപ്പോൾ അവിടെയും 1 രൂപ. ഇത് തന്നെ സംഭവം. അതുപോലെ ഞാൻ തിരിച്ച് വന്നപ്പോൾ ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് നിർത്തിയിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി ചോദിച്ചപ്പോൾ കൂളിംഗ് ചാർജ് 5 രൂപ. ഏത് സാധനം എടുത്ത് നോക്കിയാലും കൂളിംഗ് ചാർജ് 5 രൂപ. വെള്ളത്തിന് കൂളിംഗ് ചാർജ് 5 രൂപ, പെപ്സിക്ക് 5 രൂപ, കൊക്കോകോളയ്ക്ക് 5 രൂപ. ഏത് സാധനം എടുത്താലും, ഏത് കടയിൽ, ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള കടയിൽ ഫുള്ള് ഞാൻ പോയി തിരക്കി. എല്ലാത്തിനും കൂളിംഗ് ചാർജ് 5 രൂപ. അത് ചോദിച്ചാൽ തന്നെ എന്ന് പറയും. ഇവിടെ അങ്ങനെയാണ് റേറ്റ്. MRP തന്നെ കൂളിംഗ് ചാർജ് 5 രൂപ കൊടുത്തേ എടുത്തോളൂ. ഇല്ലെങ്കിൽ സാധനം പിടിക്കുക. ഞാൻ മേടിച്ചില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം ചുമ്മാ ഞാൻ ഒരു കോളേജിൽ പോയപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ച്, നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഈ കോളേജ് വെച്ച് നോക്കാൻ നമ്മളെ കോളേജിൽ നിന്ന് ഒന്നുമില്ല, അവിടെ നിന്ന് ഒരു തേങ്ങയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.